സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ഇൻടൂർ മാനേജ്മെൻറ്റ് എന്നീ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഡോക്ട്രിൻ ഓഫ് ഇൻടൂർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എന്ന കാര്യം പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്നുള്ളത്. നമുക്ക് നോക്കാം. മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആർ നെസസറി ടു ബി രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ. നമുക്കറിയാം, ഒരു കമ്പനി രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രധാന രേഖകളായിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എന്ത് ചെയ്യണം? രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. വൺസ് രജിസ്റ്റേർഡ്, ഒരു തവണ ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഒക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ദീസ് ബിക്കം പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഇതെന്തായിട്ട് മാറും? ഈ രണ്ടെണ്ണവും എന്തായിട്ട് മാറും? പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആൻഡ് ആർ ആക്സസിബിൾ ടു ഓൾ ദി പേഴ്സൺസ്, എല്ലാ ആളുകൾക്കും ഇത് ആക്സസിബിൾ ആവും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദെയർഫോർ ഡ്യൂട്ടി ഓഫ് എവറി പേഴ്സൺ ഡീലിംഗ് വിത്ത് എ കമ്പനി ടു ഇൻസ്പെക്ട് ഇറ്റ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഹിസ് കോൺട്രാക്ട് ഈസ് ഇൻ കൺഫേമിറ്റി വിത്ത് ദെയർ പ്രൊവിഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ കമ്പനിയുമായി ഇടപെടുന്ന, കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണെന്ത്? ടു ഇൻസ്പെക്ട് ദ പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ആ പബ്ലിക് ഡോക്യുമെൻറ്റുകളായിട്ടുള്ള മെമ്മറാണ്ടവും ആർട്ടിക്കിളും ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളത്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ്, ഉറപ്പുവരുത്തണം എന്ത്? ഹിസ് കോൺട്രാക്ട് ഈസ് ഇൻ കൺഫോമിറ്റി വിത്ത് ദെയർ പ്രൊവിഷൻസ്. മെമ്മറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ടാണ്, അതിൻ്റെ നിബന്ധനകൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചുകൊണ്ടാണ് ഈ കോൺട്രാക്റ്റ്, ഈ ഔട്ട്സൈഡ് പാർട്ടിയുമായിട്ട് കമ്പനി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇറ്റ് ഈസ് എമ്മിറ്റീരിയൽ വെദർ ദ പേഴ്സൺ ആക്ച്വലി റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ സെഡ് ഡോക്യുമെൻറ്റ്സ് ഓർ നോട്ട്. ഇവിടെ ഒരു വ്യക്തി കമ്പനിയുമായിട്ട് ഇടപഴകുന്ന, കമ്പനിയുമായിട്ട് ഇടപാടുകളിൽ ഏർപ്പെടുന്ന, കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തി കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള മെമ്മറാണ്ടവും ആർട്ടിക്കിളുമൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ പ്രസക്തമുള്ള കാര്യമല്ല. എന്താണ്? ഇവിടെ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഡ്യൂട്ടി ഈസ് റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി ഈസ് പ്രിസ്യൂംഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയിൽ കരാറിൽ ഏർപ്പെടുന്ന വ്യക്തി, കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾ കമ്പനിയുടെ ഡോക്യുമെൻറ്റുകളായിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എന്ത് ചെയ്തിട്ടുണ്ട്? വായിച്ച് മനസ്സിലാക്കി, റീഡ് ചെയ്തു. അതുപോലെ അവർ മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ കൽപ്പിക്കും, നമ്മൾ വിചാരിക്കും, കമ്പനി വിചാരിക്കും. കാരണം എന്താണ്? അതിനുള്ള അവസരമുണ്ട്. കാരണം ഇത് പബ്ലിക് ഡോക്യുമെൻ്റാണ്. മെമ്മറാണ്ടവും ആർട്ടിക്കിളും പബ്ലിക് ഡോക്യുമെൻ്റാണ് ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ആർക്കും അത് ആക്സസിബിൾ ആണ്. ചെറിയൊരു ഫീ അടച്ചു കഴിഞ്ഞാൽ, ഒരു നോമിനൽ ഫീ അടച്ചു കഴിഞ്ഞാൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ മെമ്മറാണ്ടവും ആർട്ടിക്കിളും നമുക്ക് കാണാൻ സാധിക്കും, ഏത് കമ്പനിയുടേതാണോ അത്. അത്തരത്തിൽ എളുപ്പമുള്ള സാഹചര്യത്തിൽ കമ്പനിയുമായിട്ട് ഏർപ്പെടുമ്പോൾ, കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു ഔട്ട്സൈഡറുടെ ഡ്യൂട്ടിയാണ് ഇത് മെമ്മറാണ്ടവും ആർട്ടിക്കിളും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയതായിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ കൽപ്പിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് കൺസിഡേർഡ് ടു ഹാവ് ബീൻ പെർഫോംഡ്. ദിസ് പ്രിസംഷൻ ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഈ ഒരു പ്രിസംഷനെ, ഈ ഒരു അനുമാനത്തെ പറയുന്ന പേരാണെന്ത്? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊക്കെ വന്നിട്ടുള്ള ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിധി എന്നുള്ളതാണ്. ഓക്ക് ബാങ്ക് ഓയിൽ കമ്പനി, അതുപോലെ വേഴ്സസ് ക്രം എന്നീ കമ്പനികൾ തമ്മിലുള്ള കേസ് 1882 നടന്ന ഓക്ക് ബാങ്ക് ഓയിൽ കമ്പനിയും അതുപോലെ ക്രം അല്ലേ, ഈ രണ്ടും തമ്മിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി, ഒരു പ്രസ്താവന. അതിൽ പറയുന്ന ഇപ്രകാരമാണ്: ദ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദ കമ്പനി, ആരാണോ കമ്പനിയുമായി ഡീൽ ചെയ്യുന്നത്, ഈസ് ടേക്കൺ നോട്ട് ഓൺലി ടു ഹാവ് റീഡ് ദോസ് ഡോക്യുമെൻറ്റ്സ്, അയാൾ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് വായിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ബട്ട് ടു ഹാവ് അണ്ടർസ്റ്റുഡ് ദം അക്കോർഡിംഗ് ടു ദെയർ പ്രോപ്പർ മീനിങ്, കൃത്യമായ അർത്ഥത്തോടെ, കൃത്യമായ ബോധത്തോടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. പിന്നെ പറയുന്നതോ റിഡ്ലി ബി പ്ലൈമൗത്ത് ഗ്രൈൻഡിങ് ആൻഡ് ബേക്കിംഗ് കമ്പനി.
The person is presumed to have understood not merely the company's powers but also those its officers. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും കമ്പനിയിലെ ഓഫീസേഴ്സ്, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, കമ്പനിയുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പർപ്പസ് ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നുണ്ട്. ദിസ് ഡോക്ട്രിൻ ഈസ് ദ ഔട്ട്കം ഓഫ് ദി need to secure the company from outsiders when they look to deceive the company by alleging their unawareness with the contents of the memorandum and articles. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലെയും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെയും വിവരങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും ആളുകൾ എന്ത് ചെയ്യുന്നു, കമ്പനിയെ ചതിക്കാൻ നോക്കുകയാണെങ്കിൽ, കമ്പനിയെ ഡിസീവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും കമ്പനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുവാൻ, പരമാവധി കമ്പനിയെ ഫ്രോഡിൽ നിന്ന് ഒഴിവാക്കുവാനൊക്കെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്നാണിത്, അതായത് കമ്പനിയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണിത്. ഇറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു ദി കമ്പനി ഫ്രം ദി ഔട്ട്സൈഡേഴ്സ്. കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്ന ഔട്ട്സൈഡേഴ്സിൽ നിന്നും കമ്പനിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നിയമമാണ് ഇത്. അടുത്തതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ആൻ എക്സെപ്ഷൻ ടു ദ കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന ഡോക്ട്രിന് ഉള്ള ഒരു എക്സംഷൻ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഓർ ഡോക്ട്രിൻ ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. As the former protects the company from the outside stakeholders, later protect the outside stakeholders from the company. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൽ പുറമെയുള്ള ആളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നും കമ്പനിയെ സംരക്ഷിക്കുന്ന ഡോക്ട്രിനാണത്. എന്നാൽ ഇവിടെയോ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ നിന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നിയമമുള്ളത്. Through once registered, the memorandum and article become public documents and the person is dealing with the company must have noticed this document. കമ്പനിയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ നോട്ടീസ് ചെയ്യേണ്ടതാണ്. However, this rule constructive notice is confined to external positioning of the company. ഇത് പ്രധാനമായിട്ട് കമ്പനിയുടെ എക്സ്റ്റേണൽ പൊസിഷനിങ്ങുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. The person will have no notice as to how the company's internal machinery is handled by its officers. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ കാര്യങ്ങളെ നോട്ടീസ് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ ഇൻറ്റേർണൽ മെഷീനറി, കമ്പനിയുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഹാൻഡിൽഡ് ബൈ ഇറ്റ്സ് ഓഫീസേഴ്സ്, അവരുടെ ഓഫീസേഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ പലപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. Thus, the person dealing with the company will not be prejudiced even when the transaction is inconsistent with the public documents if the irregularities with render transaction invalid. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറയുന്നത് എന്താണ്, കമ്പനിയുമായിട്ട് ഡീലിങ്ങിൽ ഏർപ്പെടുന്ന ആളുകളെ ഒരിക്കലും മുൻധാരണ ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, മുൻധാരണ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പബ്ലിക് ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, അതൊക്കെ നോക്കിയിട്ട്, അതായത് മെമ്മറാണ്ടത്തിൻ്റെയും അതുപോലെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെയും ഇറഗുലാരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എന്നുള്ള ഒരിതുണ്ടാവില്ല. അതായത് എന്ത് ചെയ്യുക, ഈ പറയുന്ന വ്യക്തി ഔട്ട്സൈഡർ എന്ത് ചെയ്യുന്നു, ഈ കാര്യം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഇത് സത്യത്തിൽ ഔട്ട്സൈഡേഴ്സിന് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ദ ഡോക്ട്രിൻ കോമൺലി നോൺ ആസ് ടർക്വാൻഡ് റൂൾ എന്നാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടർക്വാൻഡ് റൂൾ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ റൂള് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒറിജിൻ ടർക്വാൻഡ് റൂൾ, അതായത് ഡോക്ട്രിൻ ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടർക്വാൻഡ് റൂൾ എന്നറിയപ്പെടുന്നു. ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്വാൻഡ് 1856 ഉണ്ടായിട്ടുള്ള ഒരു കേസിൽ നിന്നാണ് ഈ മാനേജ്മെൻറ്റ് റൂൾ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. The person dealing with the company is bound to know what he can know as a public person, but not what is not in his reach, and what is done behind the doors of the company
വേർ ഹി കനോട്ട് ആക്സസ് ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയുമായിട്ട് ബന്ധത്തിലേർപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഉത്തരവാദിത്തമാണെന്ത്, കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. പക്ഷേ അയാൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ഡോർസ് ആയിട്ട് ആണെന്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ളത് എങ്കിൽ അയാൾക്കത് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്താണ് ഈ ഡോക്ടറിൻ്റെ പർപ്പസ് എന്നാണ് അടുത്ത് പറയുന്നത്. ദ ബിസിനസ് ഈസ് എ ഫീൽഡ് വിച്ച് റിക്വയേഴ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ആൻഡ് ഗുഡ് ബിസിനസ് ക്യാൻ ഓൺലി മേക്ക് ഷുവർ ഗുഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമി ആൻഡ് കൊമേഴ്സ്. ബിസിനസ് ഫീൽഡിന് എന്ത് വേണം, പ്രൊട്ടക്ഷൻ വേണം. എല്ലാ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിനും, കരാറിൽ ഏർപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ബിസിനസ് ഫീൽഡിൽ അത്യാവശ്യമാണ്. ആൻഡ് ഗുഡ് ബിസിനസ് ക്യാൻ ഓൺലി മേക്ക് ഷുവർ ദ ഗുഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എക്കണോമി ആൻഡ് കൊമേഴ്സ്. നല്ല ബിസിനസ്സുകളെ എന്ത് ചെയ്യുകയുള്ളൂ, ഗുഡ് ഡെവലപ്മെൻറ്റ് എക്കണോമിയിലും കൊമേഴ്സിലും ഉണ്ടാക്കുകയുള്ളൂ. ടു അപ്പാരൻ്റ്ലി ദിസ് ഡോക്ട്രിൻ ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സൺ ഡീലിംഗ് വിത്ത് ദ കമ്പനി. കമ്പനിയുമായിട്ട് ഇടപാടുകളിൽ ഏർപ്പെടുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ട്രിൻ ഉള്ളത്. ബട്ട് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഇറ്റ് ടു പ്രൊമോട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുക, അതുപോലെ ബിസിനസ്സിനെ എന്ത് ചെയ്യുക, എക്കണോമിക്കലി ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നു, ജസ്റ്റിക് ബ്രേ സെഡ് ഇൻ ഡെവി വി പുള്ളിങ്ങർ എഞ്ചിനീയറിംഗ് കമ്പനി, ഒരു കേസാണ്. ആ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ദ വീൽസ് ഓഫ് കൊമേഴ്സ് വുഡ് നോട്ട് ഗോ അറൗണ്ട് സ്മൂത്ത്ലി ഇഫ് പേഴ്സൺസ് ഡീലിംഗ് വിത്ത് കമ്പനീസ് ആർ കമ്പൾഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് തറോലി ദ ഇൻറ്റേർണൽ മെഷീനറി ഓഫ് എ കമ്പനി ടു സീ ഇഫ് സംതിങ് ഈസ് നോട്ട് റോങ്. അതായത് എന്ത് ചെയ്യണം, ഒരു കൊമേഴ്സിൻ്റെ അതായത് കൊമേഴ്സ്, വീൽ ഓഫ് കൊമേഴ്സ് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കമ്പനിയുമായി ഏർപ്പെടുന്ന ആളുകൾക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനും കമ്പനിയിൽ റോങ് ആയിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത്, ലോർഡ് സൈമൺസ് സെഡ് ഇൻ മോറിസ് വേഴ്സസ് കാനസൺ, 1946 കേസാണ്. മോറിസ് വേഴ്സസ് കാൻസൺ എന്ന് പറയുന്ന ഒരു കേസ്. അതിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഇങ്ങനെയാണ്: ദ പീപ്പിൾ ഇൻ ബിസിനസ് വുഡ് ബി ഷൈ ഇൻ ഡീലിംഗ് വിത്ത് ദ കമ്പനീസ് ഇഫ് ദേ ഹാവ് ടു ചെക്ക് കംപ്ലീറ്റ്ലി ദ ഇൻറ്റേർണൽ വർക്കിംഗ് ഓഫ് കമ്പനീസ്. ദ പീപ്പിൾ ഇൻ ബിസിനസ്സിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, മടിയായിരിക്കും, നാണമായിരിക്കും എന്ത്, ഡീലിംഗ് വിത്ത് കമ്പനീസ്, കമ്പനിയുമായി ഡീൽ ചെയ്യാൻ. എങ്ങനെയാണെങ്കിൽ, ഇഫ് ദേ ഹാവ് ടു ചെക്ക് കംപ്ലീറ്റ്ലി ദ ഇൻറ്റേർണൽ വർക്കിംഗ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ ഇൻറ്റേർണൽ വർക്കിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ. ദ ഇൻവെസ്റ്റേഴ്സ് until and unless they are secured in all respect never show a tendency to invest money without investment in business and simultaneously economy always affected badly. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവെസ്റ്റേഴ്സ് എന്തായാലും എന്ത് ചെയ്യും, അത് ശ്രദ്ധിക്കും. The protection is given to investors under this doctrine is a step to promote the business and growth of commerce. ബിസിനസ്സിൻ്റെയും കൊമേഴ്സിൻ്റെയും ഗ്രോത്തിന് വേണ്ടിയിട്ടാണിത്. പറഞ്ഞ് എന്താ അർത്ഥമാക്കുന്നത്, ഇവിടെ കമ്പനിയുമായി ഡീൽ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിരിക്കണം, അവർക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ, അങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ പറയുന്ന മാർക്കറ്റിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. പിന്നെ എക്സെപ്ഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിനുള്ള ചില എക്സെപ്ഷണൽ കേസുകളാണ്. ഒന്നാമത്തേതാണ് നോളജ് ഇറഗുലാരിറ്റി. നോളജ് ഓഫ് ഇറഗുലാരിറ്റി. The doctrine of indoor management can be no defense where a person dealing had the knowledge of the irregularity. Irregularity കുറിച്ച് knowledge ഉണ്ട്. This is the first and foremost restriction on the application of this doctrine, meaning thereby that the presumption of irregularity cannot be relied upon the insiders, that is the person who by virtue of the position of the company. Okay, നോളജ് ഇറഗുലാരിറ്റി ഒരു പ്രശ്നമാണ്. പിന്നെ സസ്പീഷൻ ഓഫ് റെഗുലാരിറ്റി, ആബ്സെൻസ് ഓഫ് സർക്കംസ്റ്റാൻസസ് പുട്ട് ഹിം ഇൻ ഇൻക്വയറി were used to Turquoise case, so the advantage of doctrine is not available to the person who had suspicion, സംശയാലാവുന്ന ആളുകൾക്ക്. അതുപോലെ ഫോർജറി, എന്തെങ്കിലും കളവ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സാഹചര്യത്തിലും ഈ പറയുന്ന ഇത് ബാധകമാവില്ല. എവിടെയാണിത് പറഞ്ഞിട്ടുള്ളത്? റൂബൻ വേഴ്സസ് ഗ്രേറ്റ് ഫിംഗൽ കൺസോളിഡേറ്റഡ്, 1906 ഒരു സംഭവമാണ്. അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എന്ത്, ഈ പറയുന്ന ഇൻഡോർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫോർജറിയുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ റെപ്രസെൻറ്റേഷൻ ത്രൂ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് പ്രകാരമുള്ള റെപ്രസെൻറ്റേഷനുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഔട്ട് ഓഫ് പവേഴ്സ് ഓഫ് ദി
ആക്ട് ഓഫ് ഔട്ട് ഓഫ് പവർ ഓഫ് ദി ഓഫീസ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ കാര്യം ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.